ഇന്ന് നമുക്ക് ഒരു വലിയ പണക്കാരനായ ബിസിനസ്സുകാരന്റെയും അയാളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരിയുടെയും പ്രണയത്തിന്റെ കഥ പറയുന്ന 2018 റിലീസായ സാർ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ 19 വയസ്സിൽ വിവാഹിതയായ പെൺകുട്ടി 4 മാസം മാത്രമാണ് ഭർത്താവിനൊപ്പം ജീവിച്ചത്. അതിനുശേഷം ഭർത്താവ് മരണപ്പെട്ടു പോയി. അതോടുകൂടി ഭർത്താവിന്റെ കുടുംബത്തിന്റെയും അവളുടെ കുടുംബത്തിന്റെയും ചുമതല അവളുടെ തലയിലായി. തന്റെ സഹോദരിയെ കൂടി കെട്ടിക്കണം. അതുകൊണ്ട് തന്നെ വലിയൊരു പണക്കാരന്റെ വീട്ടില് ജോലിക്കാരിയെ എത്തിക്കുകയാണ് നമ്മുടെ കഥാനായിക. എന്നാൽ ഈ പണക്കാരനാണെങ്കിലോ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു. പക്ഷേ അവൾ അവനെ തേക്കുകയാണ് ചെയ്തതും. അതോടുകൂടി ഡിപ്രഷനിലായിരിക്കുകയാണ്. എന്നാൽ വീട്ടുജോലിക്ക് നിൽക്കുന്ന നമ്മുടെ നായികയാണെങ്കിലോ നായകനെ വല്ലാതെ കെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു. അതോടുകൂടി നായകന് പ്രണയമാകുവാനായി തുടങ്ങി. പിന്നീട് അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. അതെന്തെന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ നായികയായ രത്നയെ കാണിക്കുന്നു. രത്ന വിവാഹമൊക്കെ കഴിഞ്ഞ് 4 മാസം മാത്രമാണ് ഭർത്താവിനൊപ്പം ജീവിച്ചത്. ഭർത്താവ് മരണപ്പെട്ടു പോയി. ഭർത്താവിന്റെ മരണശേഷം ഭർത്താവിന്റെ കുടുംബത്തെയും സ്വന്തം കുടുംബത്തെയും നോക്കേണ്ട ചുമതല രത്നയ്ക്കായി. വിവാഹം കഴിപ്പിക്കേണ്ട ഒരു സഹോദരി കൂടിയുണ്ട് രത്നയ്ക്ക്. അതുകൊണ്ട് തന്നെ മുംബൈയിലുള്ള ഒരു വലിയ ആഡംബര ഫ്ലാറ്റിലേക്ക് വീട്ടുജോലിക്ക് പോവുകയാണ് രത്ന. അതും മുംബൈയിലുള്ള ഒരാൾ വഴിയാണ് ഈ ജോലി റെഡിയായതും. സാധനങ്ങളെല്ലാം പെറുക്കി വീട്ടുകാരോടും യാത്ര പറഞ്ഞ് രത്ന അവിടെ നിന്നും മുംബൈയിലേക്കും പോവുകയാണ്. സന്തോഷത്തോടു കൂടിയാണ് രത്ന മുംബൈയിലേക്ക് എത്തുന്നതും. അവിടെ ഒരു ആഡംബര ഫ്ലാറ്റ് ഉണ്ട്. അത് ഒരു വലിയ ബിസിനസ്സുകാരൻ്റെതാണ്. ആ ബിസിനസ്സുകാരൻ തന്റെ ഭാര്യയും കൊണ്ട് അവിടെ വരുന്നതിന് മുൻപ് തന്നെ രത്ന ഫ്ലാറ്റിലേക്ക് എത്തി. എന്നിട്ട് ഫ്ലാറ്റ് മുഴുവൻ തൂത്തു തുടച്ച് വൃത്തിയാക്കി അവർക്ക് കഴിക്കേണ്ട ആഹാരവും എല്ലാം റെഡിയാക്കി വെക്കുന്നു. അതേ സമയമായിരുന്നു അശ്വിൻ അവിടേക്ക് വരുന്നതും. എന്നാൽ അശ്വിനൊപ്പം അയാളുടെ ഭാര്യയില്ല, ഒറ്റയ്ക്കാണ് വന്നതും. അതും വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എത്തിയിരിക്കുന്നതും. കാരണം എന്താണെന്ന് രത്നയ്ക്ക് അറിയത്തേയില്ല. അവിടേക്ക് അശ്വിന്റെ ഡ്രൈവറും വരുന്നുണ്ട്. ഈ ഡ്രൈവറാണ് രത്നയ്ക്ക് ഈ ജോലി റെഡിയാക്കി കൊടുത്തതും. എന്താണ് അശ്വിന്റെ ആ ഒരു പ്രവൃത്തിക്ക് കാരണം എന്തെന്നാൽ, അശ്വിനാണെങ്കിൽ വിവാഹം കഴിക്കുവാനായിട്ട് ഒരു പെൺകുട്ടിയെ തീരുമാനിച്ചിരുന്നല്ലോ. അവൾ അശ്വിനെ ചതിച്ചു. വിവാഹത്തിൽ നിന്നും അവൾ പിന്മാറി. ആ ഒരു സങ്കടം താങ്ങാനാകാതെയാണ് അശ്വിൻ ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നതും. അശ്വിൻ പ്രണയിച്ച പെണ്ണാണ് അവനെ ചതിച്ചിരിക്കുന്നതും. ആ ഒരു സങ്കടത്തിൽ ഫ്ലാറ്റിലേക്ക് എത്തിയ അശ്വിൻ ആണെങ്കിൽ മദ്യപിക്കുകയും ഒക്കെ ചെയ്യും. അശ്വിന് വേണ്ടിയിട്ട് കഴിക്കുവാനായി രത്ന ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുമെങ്കിലും അതൊന്നും കഴിക്കുവാനായിട്ട് അശ്വിൻ കൂട്ടാക്കുന്നതേയില്ല. കുടിച്ചു ബോധം പോകുന്നു. രാത്രി കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്തോ ശബ്ദം കേട്ട് രത്ന വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മദ്യപിച്ച് ബോധം കേട്ട് എന്തൊക്കെയോ പറയുന്ന അശ്വിനെയാണ്. അങ്ങനെ രത്നയാണെങ്കിൽ അശ്വിൻ പുതപ്പൊന്നും മൂടാത്തത് കൊണ്ട് തന്നെ ഒരു പുതപ്പെടുത്തവന് പുതച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അതിനുശേഷമാണ് രത്ന പോയി കിടന്നുറങ്ങുന്നതും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന രത്ന ഫ്ലാറ്റ് എല്ലാം വൃത്തിയാക്കുകയാണ്. തലേ ദിവസം അശ്വിൻ മദ്യപിച്ചത് കൊണ്ട് തന്നെ കുപ്പികളൊക്കെ അവിടെ ഇവിടെയായിട്ട് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. അതെല്ലാം മാറ്റി ഫ്ലാറ്റ് പഴയതുപോലെ നല്ല നീറ്റാക്കി വെക്കുന്നു. അതിനുശേഷം അശ്വിന് കഴിക്കുവാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുവാനായും പോകും. എന്നാൽ അശ്വിൻ ആണെങ്കിലോ തലേ ദിവസത്തെ മൂഡ് ഓഫ് കാരണം ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അതേസമയമായിരുന്നു അശ്വിന്റെ അമ്മ അവനെ ഫോൺ വിളിക്കുന്നതും. അവന്റെ കല്യാണം മുടങ്ങിയതിന് അവനെ സമാധാനിപ്പിക്കാനാണ് വിളിക്കുന്നത്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് വേറൊരു അഫയർ ഒക്കെ ഉണ്ടായിരിക്കുന്നത് സാധാരണയാ. നീയും അമേരിക്കയിലൊക്കെ ആയിരുന്നതല്ലേ, അപ്പോൾ നീ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടതല്ലേ, പിന്നെ ഇത് നിനക്ക് വിട്ടുകളഞ്ഞാൽ എന്താ, ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചുകൂടായിരുന്നോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നു. എന്നാൽ അമ്മയുടെ സംസാരമൊന്നും അശ്വിൻ അത്ര ഇഷ്ടമായതേയില്ല. അതുകൊണ്ട് തന്നെ മറുപടിയൊന്നും കൊടുക്കാതെ കോളും കട്ട് ചെയ്തിട്ട് അശ്വിൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അശ്വിൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ഫ്ലാറ്റിനടുത്തുള്ള കായലിലേക്കാണ്. അവിടെ അടുത്തായിട്ട് ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിൽ നിന്നും സിഗരറ്റ് ഒക്കെ വാങ്ങി കായലിനടുത്ത് പോയിരുന്ന് സിഗരറ്റ് വലിക്കുവാനായി നോക്കും. പക്ഷേ തീപ്പെട്ടി പോലും കത്തുന്നില്ല. തീപ്പെട്ടി പോലും എന്നെ ചതിക്കുകയാണല്ലോ ദൈവമേ എന്ന ചിന്തയിലിരിക്കുകയായിരുന്നു അശ്വിൻ. അതേസമയമായിരുന്നു അശ്വിന്റെ അമ്മ ഫ്ലാറ്റിലേക്ക് വന്നതും. ഫോൺ വിളിച്ച സമയത്ത് അധികമൊന്നും അശ്വിൻ സംസാരിക്കാതെ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. അതുകൊണ്ട് നേരിൽ വന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതിയാണ് അമ്മ അവിടേക്ക് വരുന്നതും. അതേസമയം അശ്വിൻ ഫ്ലാറ്റിലില്ലായിരുന്നല്ലോ, രത്ന മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. രത്നയോട് AC ഒക്കെ ഒന്ന് ഓണാക്കി തരുവാനായിട്ടും അമ്മ പറയും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു പുറത്തു പോയിരുന്ന അശ്വിൻ ഫ്ലാറ്റിലേക്ക് വന്നതും. അമ്മ അവനെ ഒരുപാട് സമാധാനിപ്പിക്കും വിധം സംസാരിക്കും. പക്ഷേ അവനൊന്നിനും എതിർത്ത് പറയില്ല. കാരണം എന്തെന്നാൽ അശ്വിനൊക്കെ നാട്ടിലേക്ക് വന്നത് അവന്റെ സഹോദരന് സുഖമില്ലാത്തത് കൊണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാമെന്ന് കരുതിയാണ് നാട്ടിലേക്ക് വന്നതും. എന്നാൽ അതിന് പോലും കഴിഞ്ഞില്ല. സഹോദരൻ മരണപ്പെട്ടു പോയി. അതിൽ പിന്നെ അച്ഛനും അമ്മയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മ അവനെ ഉപദേശിക്കുമ്പോഴും എതിർത്തൊന്നും പറയാതെ കേട്ടുകൊണ്ടേയിരുന്നതും.
അമ്മ പോയി കഴിഞ്ഞ ഉടനെ തന്നെ അശ്വിൻ ജോലിക്കായും പോകുന്നു. അശ്വിൻ ഒരു എഞ്ചിനീയറാണ്. അവന്റെ അച്ഛനാണ് കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നതും. അതേ കമ്പനിയിൽ തന്നെയാണ് അർജുനും ജോലി ചെയ്യുന്നത്. എന്നാൽ അർജുൻ ആണെങ്കിലോ ആ ഒരു ജോലിയോട് അത്ര താല്പര്യമൊന്നുമില്ല. ഒരു എഴുത്തുകാരനാകണമെന്നായിരുന്നു അശ്വിന്റെ ആഗ്രഹവും. പക്ഷെ അച്ഛന്റെ നിർബന്ധത്തിനാണ് അവൻ എഞ്ചിനീയർ ആയതും. അർജുന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ രത്നയാണെങ്കിലോ എന്തെങ്കിലും നല്ല വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു വന്നാലോ എന്നൊക്കെ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത വീട്ടിലെ ജോലിക്കാരിയെ പോയി കണ്ട് ഓരോന്ന് സംസാരിച്ച് പരിചയമായിട്ട് പുതിയ പുതിയ ഡിഷൊക്കെ പരീക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ അവരാണെങ്കിലോ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അടിപൊളി ഡിഷ് ഉണ്ടാക്കുന്ന രീതിയെല്ലാം അവൾക്കൊരു പേപ്പറിൽ എഴുതി കൊടുക്കും. അവരെയും കൊണ്ട് തന്നെ പുറത്തു പോയി സാധനമൊക്കെ വാങ്ങിയിട്ട് രത്ന നേരെ ഫ്ലാറ്റിലേക്ക് വരുന്നു. എന്നിട്ട് ആ ഒരു സ്ത്രീ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഡിഷൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അതേസമയമായിരുന്നു ജോലി കഴിഞ്ഞ് അശ്വിൻ വീട്ടിലേക്ക് വരുന്നതും. ആഹാരം എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണ്ട എന്നായിരുന്നു അശ്വിൻ പറഞ്ഞതും. അശ്വിൻ ആഹാരം കഴിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നു വന്നത്. അതുകൊണ്ടാണ് ആഹാരം കഴിക്കാത്തതും. അതേസമയം തന്നെ രത്ന അവളുടെ സഹോദരി ഫോൺ വിളിക്കും. ബോംബെയിലെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിളിച്ചതും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം അശ്വിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈക്യാട്രിസ്റ്റ് വരുന്നതാണ്. അശ്വിന്റെ മാനസികാവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. അതുകൊണ്ട് അശ്വിൻ തന്നെയാണ് ഡോക്ടറിനെ വിളിച്ചു വരുത്തിയിരിക്കുന്നതും. സൈക്യാട്രിസ്റ്റുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു രത്ന വീണ്ടും ആഹാരം എടുക്കട്ടെ എന്ന് ചോദിച്ചു വരുന്നതും. അത് കാണുന്ന ആ ഒരു സൈക്യാട്രിസ്റ്റ് ആണെങ്കിലോ രത്നയെ ഒരുപാട് വഴക്ക് പറയും. അതുകൊണ്ട് തന്നെ രത്ന അവിടെ നിന്ന് പോവുകയും ചെയ്തു. സൈക്യാട്രിസ്റ്റ് പോയ ഉടനെ തന്നെ അശ്വിനാണെങ്കിൽ രത്നയ്ക്കടുത്തേക്ക് എത്തി ഫുഡ് എടുത്തു കൊണ്ടുവരുവാനായും പറഞ്ഞു. അങ്ങനെ രത്ന അവൾ ഉണ്ടാക്കിയ നല്ല അടിപൊളി മട്ടൻ കറി അശ്വിന് കൊടുക്കുന്നു. കറി എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്നും അശ്വിൻ മറുപടി പറയും. ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അശ്വിനോട് രത്ന ചോദിക്കും, എനിക്ക് തയ്യൽ പഠിക്കുന്നതിന് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ജോലിയൊക്കെ തീർത്തിട്ട് തയ്യൽ പഠിക്കാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്നു. അശ്വിൻ അതിന് അനുമതി കൊടുക്കുകയും ചെയ്യും. അടുത്ത ദിവസം ഉച്ച കഴിഞ്ഞ് ജോലിയെല്ലാം തീർത്തിട്ട് തയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ഒരു വയസ്സായ ആളാണ് നിന്നത്. തനിക്ക് തയ്യൽ പഠിപ്പിച്ച് തരുമോ എന്നും രത്ന ചോദിക്കുന്നു. അയാളാണെങ്കിൽ അതിന് സമ്മതിക്കും. രത്ന വിചാരിച്ചത് നല്ല അടിപൊളിയായിട്ട് മോഡേൺ ഡ്രസ്സൊക്കെ ഇപ്പോൾ അയാൾ പഠിപ്പിച്ചു കൊടുക്കുമെന്നാ. പക്ഷേ ചെന്ന് കയറിയ ഉടനെ തന്നെ രത്നയെ കൊണ്ട് അവിടെ ആകെ വൃത്തിയാക്കിക്കുകയാണ് ചെയ്തത്. അത് രത്നയ്ക്ക് അത്ര ഇഷ്ടമായതേയില്ല. തിരികെ വരുന്ന വഴിയിൽ ഒരു ബൊട്ടീക്ക് കാണുന്നു. അവിടെ നല്ല കളർഫുൾ ആയിട്ട് അടിപൊളി മോഡലുകളിൽ ഡ്രസ്സ് തയ്ച്ചിട്ടിരിക്കുന്നത് അവൾ കാണും. അത് കാണുന്ന രത്നയ്ക്ക് അതുപോലൊക്കെ തയ്യൽ പഠിക്കണമെന്നും സ്വന്തമായ ഒരു ബൊട്ടീക്ക് ആരംഭിക്കണമെന്നുമുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നു. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് അവൾ തയ്യൽ പഠിക്കുവാനായും തീരുമാനിച്ചത്. രത്ന വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞതും അശ്വിൻ വിവാഹം കഴിക്കാനായിരുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഡ്രൈവർ കുറെ ഗിഫ്റ്റുമായിട്ട് വരുന്നു. അവരുടെ വിവാഹ നിശ്ചയത്തിന് അശ്വിന് കിട്ടിയ ഗിഫ്റ്റുകളാണ് അതൊക്കെ. അത് അശ്വിന്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണ്. എന്നാൽ ആ ഗിഫ്റ്റുകളൊന്നും തുറന്നു നോക്കുവാനായിട്ട് അശ്വിൻ താല്പര്യം കാണിക്കുന്നതേയില്ല. അശ്വിന്റെ മനസ്സ് മനസ്സിലാക്കിയ രത്ന ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ വേസ്റ്റ് റൂമിൽ കൊണ്ടുവന്നിരട്ടെ എന്ന്. അത് കേട്ടതും അശ്വിന് സന്തോഷമായി. അത് ചെയ്തോളാനും പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു. അശ്വിനെ മാനസികമായിട്ട് ഈ ഒരു കാര്യം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രത്നയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വിഷമിച്ചിരുന്ന അശ്വിനടുത്തേക്ക് എത്തി രത്ന പറയുന്നുണ്ട്, താൻ 19 വയസ്സിൽ വിവാഹം കഴിച്ചതാണ്. 4 മാസം മാത്രമേ ഭർത്താവിനൊപ്പം ജീവിച്ചുള്ളൂ. ഭർത്താവ് മരണപ്പെട്ടു പോയതിൽ പിന്നെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ഞാൻ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ജോലിക്ക് എത്തിയിരിക്കുന്നതും. എൻ്റെ കുടുംബം മാത്രമല്ല, ഭർത്താവിൻ്റെ കുടുംബം കൂടി നോക്കേണ്ട ചുമതല എൻ്റെ തലയിലാണ്. എന്നാൽ നിങ്ങൾക്ക് അത്രയും പ്രശ്നമൊന്നുമില്ലല്ലോ. എൻ്റെ ജീവിതം വെച്ച് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു ചെറിയ കാര്യത്തിന് എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതിനെ എല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണമെന്നും രത്നയാണെങ്കിൽ അശ്വിനെ ഉപദേശിക്കുന്നു. ഇത്രയും നാൾ ഒരുപാട് പേര് അശ്വിനെ ഉപദേശിച്ചിട്ടുണ്ടെങ്കിലും രത്നയുടെ വാക്കുകളാണ് അശ്വിന് പ്രചോദനമായതും. രത്നയുടെ പ്രശ്നങ്ങൾ വെച്ച് അശ്വിന്റെ പ്രശ്നങ്ങൾ ഒന്നുമല്ല എന്നവൾ പറഞ്ഞത് ശരിയാണല്ലോ എന്നും അശ്വിൻ ചിന്തിക്കുന്നു. അടുത്ത ദിവസം മുതൽ രത്ന പറഞ്ഞതെല്ലാം മനസ്സിലിരിക്കുന്ന അശ്വിനാണെങ്കിലോ തന്റെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പഴയതുപോലെ തന്നെ കൂട്ടുകാരോടൊപ്പം എൻജോയ് ചെയ്യുവാനായും തീരുമാനിച്ച് ബാഡ്മിന്റൺ കളിക്കുവാനായിട്ടും പോകുന്നു. അതേസമയം തന്നെ രത്നയാണെങ്കിലോ ആഹാരമെല്ലാം പാചകം ചെയ്തു വെച്ച് തയ്യൽ ക്ലാസ്സിലും പോകുന്നു. എന്നാൽ അന്നേ ദിവസവും ആ ഒരു വൃദ്ധനായ ആളാണെങ്കിലോ ഒരു ബ്ലൗസ് കൊടുത്തിട്ട് ഇതിന് മാച്ചായ തുണി വാങ്ങിക്കൊണ്ട് വരാനാണ് രത്നയോട് പറഞ്ഞതും. അവൾക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ പോയി തുണി വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നേരെ ഫ്ളാറ്റിലേക്കും എത്തും. അടുത്ത ദിവസം എന്നത്തെയും പോലെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോവുകയായിരുന്നു അശ്വിൻ. അശ്വിൻ ആ ഒരു ജോലി ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛനോട് ആ ഒരു കാര്യം പറയുകയും ചെയ്യും. ഇത്രയും നാൾ
നാളായിട്ട് അവൻ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച കാര്യമാണ് ഇപ്പോൾ അച്ഛനോട് തുറന്നു പറഞ്ഞിരിക്കുന്നതും. എന്നാൽ അതേസമയം തന്നെ തയ്യൽ ക്ലാസ്സിൽ പോയ രത്നയോട് എന്നത്തെയും പോലെ തന്നെയാണ് ആ ഒരാൾ പെരുമാറുന്നതും. അത് കാരണം ദേഷ്യമെന്ന രത്നയാണെങ്കിൽ ആ തുണിയും വലിച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്തതും. വീട്ടിലെത്തിയ രത്നയ്ക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം. അവളുടെ ആഗ്രഹമൊന്നും നടക്കുന്നില്ലല്ലോ, തയ്യൽ പഠിക്കാനും പറ്റുന്നില്ല. ആ ഒരു സങ്കടത്തിലാണ് രത്ന അശ്വിന് ആഹാരം വിളമ്പി കൊടുക്കുന്നതും. രത്നയുടെ മുഖത്ത് നല്ല സങ്കടമുണ്ടെന്ന് അശ്വിന് മനസ്സിലായി. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നായിരുന്നു രത്ന പറഞ്ഞതും. രത്നയും അടുത്ത വീട്ടിലെ ജോലിക്കാരെയും നല്ല കമ്പനിയാണല്ലോ. അടുത്ത ദിവസം തന്നെ അടുത്ത വീട്ടിലെ ജോലിക്കാരെയും കൊണ്ട് പുറത്തേക്ക് പോവുകയായിരുന്നു രത്ന. അവൾ ഇനി തയ്യൽ പഠിക്കാൻ പോകുന്നില്ലെന്നൊക്കെ തന്റെ കൂട്ടുകാരിയോട് പറയുന്നു. കൂട്ടുകാരിക്കാണെങ്കിൽ അത് കേട്ട് ആകെ സങ്കടമായി. നിനക്ക് ഒരുപാട് ആഗ്രഹമല്ലായിരുന്നോ? എന്റെ കയ്യിൽ കുറച്ച് കാശുണ്ട്, ഞാൻ നിനക്കത് തരാം, നീ അത് വെച്ച് പുതിയ തയ്യൽ ക്ലാസ്സിൽ ചേര്, നിനക്ക് ജോലി കിട്ടുന്ന സമയത്ത് എനിക്ക് തിരിച്ചു തന്നാൽ മതിയെന്നും കൂട്ടുകാരി പറയുന്നു. അത് കേട്ടതും രത്നയ്ക്ക് ഒരുപാട് സന്തോഷമായി. അടുത്ത ദിവസം തന്നെ രത്നയാണെങ്കിലും പുതിയ തയ്യൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാനായും തീരുമാനിക്കും. അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പോയി വാങ്ങുകയായിരുന്നു. എന്നാൽ അടുത്ത ദിവസം അശ്വിനാണെങ്കിൽ ഒരു ട്രിപ്പ് പോവുകയാണ്. 2-3 ദിവസം കാണത്തില്ല. ആ ഒരു കാര്യം രത്നയോടും പറയുന്നു. അശ്വിൻ പോയി കഴിഞ്ഞ ഉടനെ തന്നെ രത്നയാണെങ്കിലും പുതിയ തയ്യൽ ക്ലാസ്സിൽ തയ്യൽ പഠിക്കുവാനായും പോകുന്നു. ആ ഒരു സ്ഥലം വെറുമൊരു തയ്യൽ ക്ലാസ് മാത്രമായിരുന്നില്ല, ഫാഷൻ ഡിസൈനിങ്ങിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലമായിരുന്നു. രത്നയ്ക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവൾ വീട്ടിലേക്കും എത്തുകയാണ്. അങ്ങനെ അവളുടെ തയ്യൽ ക്ലാസ്സൊക്കെ നന്നായിട്ട് പോകുന്ന സമയത്തായിരുന്നു ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് അശ്വിനാണെങ്കിൽ നാട്ടിലേക്ക് തിരികെ വരുന്നതും. അന്ന് അശ്വിൻ ഫ്ലാറ്റിലൊരു പാർട്ടി നടത്തുന്നുണ്ട്. ആ പാർട്ടിയിൽ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രത്ന ജ്യൂസുമായി അവിടേക്ക് ചെന്നു. എന്നാൽ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. രത്നയുടെ കൈ തട്ടി ജ്യൂസ് ആണെങ്കിൽ അവളുടെ ദേഹത്തേക്ക് ചരിഞ്ഞു. രത്ന ഒരുപാട് ക്ഷമ ചോദിക്കുമെങ്കിലും അതൊന്നും കേൾക്കുവാനായിട്ട് ആ പെൺകുട്ടി തയ്യാറായില്ല. വേലക്കാരി ആയതുകൊണ്ട് തന്നെ രത്നയോട് ആ വിധമാണ് ആ പെൺകുട്ടി പെരുമാറുന്നതും. എന്നാൽ ഇതെല്ലാം കാണുന്ന അശ്വിന് വല്ലാതെ ദേഷ്യം വരികയും ആ പെൺകുട്ടിയെ വഴക്ക് പറയുകയും അതോടുകൂടി അവളുമായിട്ടുള്ള എല്ലാ റിലേഷനും ഉപേക്ഷിക്കുകയാണ് അശ്വിൻ ചെയ്തതും. അശ്വിനാണെങ്കിൽ വളരെ നല്ല മനസ്സിനുടമയാണ്. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സ് അശ്വിനുണ്ട്. ആരെയും തന്നെ സ്റ്റാറ്റസ് നോക്കിയൊന്നുമല്ല വിലയിരുത്തുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നല്ല കാര്യമാണ് അശ്വിന്. ആ പെൺകുട്ടി അങ്ങനെ പെരുമാറിയതിന് അശ്വിനാണ് രത്നയോട് മാപ്പ് ചോദിക്കുന്നതും. അടുത്ത ദിവസവും തയ്യൽ പഠിക്കുവാനായി പോയി. തിരികെ വരുന്ന സമയത്ത് എല്ലാ ദിവസവും അവൾ ഒരു ബൊട്ടീക്ക് നോക്കാറുണ്ടല്ലോ, ആ ബൊട്ടീക്കിലേക്ക് അവൾ ചെല്ലും. സന്തോഷത്തോടു കൂടിയാണ് അവിടേക്ക് അവൾ ചെല്ലുന്നതും. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണെങ്കിലോ രത്നയെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കുന്നു. സങ്കടത്തോടു കൂടിയാണ് രത്ന ഫ്ലാറ്റിലേക്ക് വരുന്നതും. വന്ന ഉടനെ തന്നെ അശ്വിനോട് കാര്യം പറഞ്ഞു. അശ്വിൻ ഉടനെ തന്നെ അവൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിനെ പറ്റിയുള്ള ഒരു ബുക്ക് വാങ്ങി കൊടുക്കുകയാണ്. ഇത് നോക്കി പഠിക്കുവാനായിട്ടും അശ്വിൻ അവളോട് പറഞ്ഞു. തയ്യൽ ക്ലാസ്സിൽ പഠിച്ചതും അശ്വിൻ കൊടുത്ത ബുക്കുമൊക്കെ വെച്ച് അവൾ ഒരു ഡ്രസ്സ് തയ്ക്കുകയാണ്. അതിട്ട് നോക്കണമല്ലോ. രത്നയുടെ റൂമിലിരിക്കുന്നത് ചെറിയ കണ്ണാടി ആയതുകൊണ്ട് തന്നെ അശ്വിൻ ഇല്ലാത്തത് കൊണ്ട് അവന്റെ റൂമിൽ പോയി ഇട്ട ഡ്രസ്സൊക്കെ നോക്കുകയാണ്. അതേസമയമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അശ്വിൻ അവിടേക്ക് വരുന്നതും. അശ്വിനെ കണ്ടതും അവനോട് മാപ്പ് പറഞ്ഞിട്ട് അവൾ ഉടനെ തന്നെ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് സാരിയും ഉടുത്തു വരുന്നു. ഞാൻ അങ്ങനെ ചെയ്തതിന് ഒന്ന് ക്ഷമിക്കണേ എന്നൊക്കെ അശ്വിനോട് പറയും. അതൊന്നും സാരമില്ല, ഇപ്പോൾ അതിനെന്തിനാ എന്നോട് മാപ്പ് പറയുന്നത് എന്നൊക്കെയാണ് അശ്വിൻ പറയുന്നതും. അന്നേ ദിവസം അശ്വിനും അശ്വിന്റെ കൂട്ടുകാരനും കൂടി പബ്ബിലിരിക്കുകയായിരുന്നു. അവിടെ വെച്ചൊരു പെൺകുട്ടി അശ്വിന് വല്ലാതെ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യും. അവനും ആ പെൺകുട്ടിയെ തിരിച്ചു നോക്കുന്നുണ്ട്. അന്നേ ദിവസം രാത്രി ആ പെൺകുട്ടി അശ്വിന്റെ ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നതും. അടുത്ത ദിവസം രാവിലെ തന്നെ പെൺകുട്ടി ഇറങ്ങി പോകുന്നത് രത്ന കാണുന്നുണ്ട്. അവൾക്ക് വല്ലാതെ സങ്കടം വരുമെങ്കിലും അതവൾ പുറത്ത് കാണിക്കുന്നതേയില്ല. അതേസമയം തന്നെയായിരുന്നു രത്നയുടെ സഹോദരി അവളെ ഫോൺ വിളിക്കുന്നതും. സഹോദരിക്കൊരു വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യം പറഞ്ഞാണ് സഹോദരി വിളിക്കുന്നതും. എന്നാൽ രത്ന പറയുന്നുണ്ട്, നിന്റെ ഡിപ്ലോമ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് പോരേ എന്ന്. പക്ഷേ സഹോദരിയാണെങ്കിൽ അതിന് തയ്യാറാകുന്നതേയില്ല. അവൾക്കാണെങ്കിൽ വല്ലാത്ത സങ്കടവും. അവൾ ആ ഒരു കാര്യം അശ്വിനോട് പറയുന്നുണ്ട്. അശ്വിനാണെങ്കിൽ രത്നയെ സമാധാനിപ്പിക്കും. കല്യാണത്തിന് പോകണമെന്ന് രത്ന പറയുമ്പോൾ പോകുവാനായിട്ട് സമ്മതിക്കുകയും കല്യാണത്തിന് പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് കാശൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രത്ന സഹോദരിയുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാനായി പോയി. കല്യാണമെല്ലാം കഴിഞ്ഞ് തിരികെ വന്ന രത്നയാണെങ്കിലോ തന്റെ സഹോദരിയുടെയും സഹോദരിയുടെ ഭർത്താവിന്റെയും ഫോട്ടോയൊക്കെ അശ്വിന് കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രത്നയ്ക്ക് ഒരു പാഴ്സൽ വരികയാണ്. ആ പാഴ്സൽ അയച്ചത് അശ്വിനായിരുന്നു. ആ പാഴ്സൽ എന്തെന്നാൽ അതിലൊരു തയ്യൽ മെഷീനാണ്. രത്ന ആഗ്രഹിച്ചതുപോലെ തന്നെ അവൾക്കൊരു തയ്യൽ മെഷീനാണ് അശ്വിൻ വാങ്ങി നൽകിയിരിക്കുന്നതും. രത്നയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആദ്യമായിട്ടാണ് അവൾക്ക് ഇത്രയും നല്ല ഗിഫ്റ്റ് കിട്ടുന്നതും. അവളുടെ സന്തോഷം അവളുടെ മുഖത്ത് കാണുവാനുമുണ്ട്. അങ്ങനെ ഇരിക്കെ വിനായക ചതുർത്ഥിയായിരുന്നു.
വിനായക ചതുർത്ഥിക്ക് രത്നയും രത്നയുടെ കൂട്ടുകാരികളും കൂടി ഫ്ളാറ്റിന് മുന്നിൽ നിന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു. അതേസമയമായിരുന്നു ജോലി കഴിഞ്ഞ അശ്വിൻ ഫ്ളാറ്റിലേക്ക് വരുന്നതും. അശ്വിനെ കണ്ടതും അശ്വിനൊപ്പം രത്നയും ഫ്ളാറ്റിലേക്ക് കയറി പോകുന്ന വഴിയിൽ ലിഫ്റ്റിൽ വെച്ച് അശ്വിനാണെങ്കിൽ തനിക്ക് രത്നയെ ഇഷ്ടമാണെന്നുള്ള കാര്യം രത്നയോട് പറയുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. റൂമിലേക്ക് എത്തിയ സമയത്ത് അശ്വിനാണെങ്കിലോ അവളെ ഉമ്മ വയ്ക്കുവാനായും വരും. എന്നാൽ അതേസമയം ഒരു കോള് വന്നതിനാൽ രത്ന കോൾ എടുക്കുവാനായും പോയി. വിളിച്ചത് അശ്വിന്റെ അമ്മയായിരുന്നു. അവരുടെ വീട്ടിൽ ഒരു പാർട്ടി നടക്കുന്നുണ്ട്. ആ പാർട്ടിയിൽ ആളുകൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് രത്നയെ വിളിച്ചിരിക്കുന്നതും. രത്ന വരാമെന്നും സമ്മതിച്ചാണ് കോള് കട്ട് ചെയ്യുന്നതും. എന്നിട്ട് ഉടനെ തന്നെ തന്റെ റൂമിലേക്കും പോകുന്നു. അവൾക്ക് പിന്നാലെ അശ്വിനും പോകുന്നുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ ഒരുപാട് എന്നെ കെയർ ചെയ്യുന്നുണ്ട്. ഞാനൊരു സ്ത്രീയിൽ നിന്നും ആഗ്രഹിച്ച സ്നേഹവും കെയറിങ്ങും എല്ലാം എനിക്ക് നിന്നിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റില്ല. നമുക്ക് വിവാഹം കഴിക്കാമെന്നും അശ്വിൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു. പക്ഷേ രത്ന തയ്യാറാകുന്നില്ല. അവൾക്ക് സമൂഹത്തിനെയാണ് പേടി. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ഈ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് തന്നെ ഇത് ശരിയാകത്തില്ല. ഞാൻ വെറും ഒരു വേലക്കാരിയാണ് എന്നാണ് അവൾ പറയുന്നതും. വെറും ഒരു വേലക്കാരിയെ ഇത്രയും വലിയ പണക്കാരനും ബിസിനസ്സുകാരനുമായിട്ടുള്ള ആൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ ചർച്ചയാകുമെന്ന് രത്നയ്ക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അതിന് തയ്യാറാകില്ല. അശ്വിനാണെങ്കിൽ ഈ ഒരു കാര്യം തന്റെ കൂട്ടുകാരനോടും പറയും. രത്നയെ തനിക്ക് വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹമെന്ന് പറയുമ്പോഴും അതൊന്നും ശരിയാകത്തില്ല. നീ ആ ഒരു തീരുമാനം മാറ്റ്. ആ ഒരു ആഗ്രഹം നിന്റെ മനസ്സിൽ നിന്ന് കളയുവാനായിട്ടാണ് കൂട്ടുകാരൻ പറയുന്നതും. അങ്ങനെ ഇരിക്കെ രത്ന അശ്വിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ഒരു പാർട്ടി നടക്കുന്നുണ്ടല്ലോ. അതിൽ ആഹാരം പാചകം ചെയ്ത് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവൾ പോകുന്നതും. രത്നയെ കൂടാതെ അവിടെ വേറെ ചില ജോലിക്കാരും ഉണ്ടായിരുന്നു. അതേസമയം തന്നെയായിരുന്നു അശ്വിൻ രത്നയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതെല്ലാം കാണുന്ന മറ്റു ജോലിക്കാരാണെങ്കിൽ രത്നയെ വല്ലാതെ കളിയാക്കും. എന്നാൽ രത്നയ്ക്കാണെങ്കിൽ അത് താങ്ങാനായും പറ്റിയില്ല. തിരികെ ഫ്ളാറ്റിലേക്ക് എത്തിയ രത്ന പൊട്ടിക്കരയുകയാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് രത്ന ചിന്തിക്കും. ഉടനെ തന്നെ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അശ്വിനോടും യാത്ര പറഞ്ഞ് പോകുവാനായി ഇറങ്ങുന്നു. എന്നിട്ട് പറയും, എന്തായാലും താൻ ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിപ്പോകുന്നതും. പക്ഷെ നിൽക്കുവാനായിട്ട് അശ്വിൻ ഒരുപാട് നിർബന്ധിക്കുമെങ്കിലും അവൾ അതൊന്നും കേൾക്കാതെയാണ് ഇറങ്ങിപ്പോകുന്നതും. രത്ന പോയതോടുകൂടി അശ്വിന് നാട്ടിൽ നിൽക്കാനുള്ള മനസ്സേയില്ല. അതുകൊണ്ട് തന്നെ തിരികെ അമേരിക്കയിലേക്കും കയറിപ്പോകും. അതേസമയം തന്നെ രത്നയ്ക്കൊരു ഇന്റർവ്യൂവിനായിട്ട് വിളിച്ചിരിക്കുകയാണ്. ഫാഷൻ ഡിസൈനർ ആയിട്ടാണ്. അവൾ സന്തോഷത്തോടു കൂടി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനായും പോകും. വിളിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, അവളൊരു ബൊട്ടീക്കിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു പെൺകുട്ടി അവളെ വഴക്ക് പറഞ്ഞ് ഓടിച്ചില്ലേ, അതേ ബൊട്ടീക്കിലേക്ക് തന്നെയാണ് വിളിച്ചിരിക്കുന്നതും. അതും അശ്വിന്റെ റെക്കമെൻഡേഷൻ ആണ്. അവൾക്ക് അവിടെ ജോലി കൊടുക്കുകയും ചെയ്തു. അശ്വിന്റെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിലും രത്നയുടെ കഴിവൊക്കെ കണ്ടിട്ട് അവളോട് അങ്ങനെ പെരുമാറിയതിൽ അവരവളോട് മാപ്പ് പറയുകയും ഒക്കെ ചെയ്യും. രത്നയ്ക്കും ഒരുപാട് സന്തോഷമായി. അശ്വിനാണല്ലോ അവൾക്ക് ഈ ജോലി വാങ്ങിക്കൊടുത്തതും. അതുകൊണ്ട് തന്നെ അശ്വിനോട് നന്ദി പറയണമെന്ന് കരുതി ഉടനെ തന്നെ ഫ്ളാറ്റിലേക്ക് ചെല്ലും. പക്ഷേ അവിടെ ആരും തന്നെയില്ല. സങ്കടത്തോടു കൂടി രത്ന തിരികെ പോവുകയാണ്. അതേ സമയമായിരുന്നു അശ്വിന്റെ കോൾ രത്നയ്ക്ക് വരുന്നതും. കോൾ എടുത്ത രത്നയാണെങ്കിലോ അത്രയും നാൾ സാറെന്ന് വിളിച്ചിരുന്ന രത്ന അന്ന് അശ്വിൻ എന്നാണ് വിളിക്കുന്നതും. അതിന്റെ അർത്ഥം എന്തെന്നാൽ അശ്വിന്റെ പ്രപ്പോസൽ രത്ന അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. മുൻപ് അവൾ ഒരു വീട്ടുജോലിക്കാരിയായിരുന്നുവെങ്കിൽ ഇന്നവൾ ഒരു ഫാഷൻ ഡിസൈനറാണ്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ സമൂഹത്തിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ജോലി അവൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അവൾക്ക് സമൂഹത്തെ പേടിക്കേണ്ട കാര്യമില്ല. അവളുടെ ഇഷ്ടം പോലെ തന്നെ അവൾക്ക് ജീവിതത്തിന്റെ തീരുമാനമെടുക്കുവാനേയും കഴിയും. ആ ഒരു ആത്മവിശ്വാസം രത്നയ്ക്ക് വന്നിട്ടുണ്ട്. അത്തരമൊരു സന്തോഷകരമായിട്ടുള്ള എൻഡിങ്ങോട് കൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.